ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ആയിരുന്നു ക്ലാസ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പുതിയൊരു ലെസൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. പുതിയൊരു ലെസൺ നമ്മളിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കി നോക്കണം. മാത്രമല്ല നമുക്കിന്ന് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ ലെസൻ്റെ പേര്? ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ലെസനാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാതും ഇന്ന് എടുത്തിട്ടുണ്ടല്ലോ. ആ ലെസൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ടൊന്ന് വായിച്ചു നോക്കാം. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഇസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു ടു ഹിസ് 12-year-old daughter Indira in the summer of 1928. At that time, Nehru was in Allahabad and Indira was in Mussoorie. Nehru used to write letters from time to time to Indira. The Book of Nature is one of those letters. അപ്പോൾ എന്താ ഈ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായി ഇന്ത്യക്ക് എഴുതിയ ഒരു ലെറ്ററാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് വായിച്ചു നോക്കാം. ദ ബുക്ക് ഓഫ് നേച്ചർ. Okay, when you and I are together, you often ask me questions about many things and try to answer them. അപ്പോൾ എന്താണ് നെഹ്റു പറയുന്നത്? ഞാനും നീയും ഒപ്പമുള്ള സമയത്ത് നീ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. ഞാൻ അതിൻ്റെ ആൻസർ നിനക്ക് കണ്ടുപിടിച്ച് എനിക്ക് പറ്റുന്ന പോലെ നിനക്ക് പറഞ്ഞു തരും ചെയ്യുമായിരുന്നു. Now that you are at Mussoorie and I am in Allahabad, we cannot have these talks. അപ്പോൾ എന്താ, ഇപ്പം ഞാൻ അലഹാബാദിലും നീ മുസോറിയിലും ആയ കാരണം നമുക്കിടയിൽ ഇപ്പം അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും വരുന്നില്ല അല്ലേ. I am therefore going to write to you from time to time short accounts of the story of our earth. അപ്പോൾ ഞാൻ എഴുതുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്? I am therefore going to write to you from time to time short accounts of the story of our earth. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് എന്ന് നമ്മുടെ നെഹ്റു ഇന്ദിരയോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. I am afraid I can only tell you very little in these letters of mine. അപ്പോൾ എനിക്ക് പേടിയാണ്, എനിക്ക് ഈ ലെറ്ററിൽ നിനക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് നെഹ്റു പറയാണ്. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് എ ഹോൾ ആൻഡ് ഓഫ് ദ അതർ പീപ്പിൾസ് ഇൻ ഇറ്റ് ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഒരുപാട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിനക്ക് കേൾക്കാനൊക്കെ പറ്റും. മാത്രമല്ല നമ്മുടെ ലോകത്തിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാനും പറ്റുമെന്ന് നെഹ്റു പറയാണ്. വെൻ യു ഗ്രോ അപ്പ് യു വിൽ റീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ എർത്ത് ആൻഡ് ഹെർ പീപ്പിൾ ഇൻ ഫാറ്റ് ബുക്സ്. അപ്പോൾ എന്താണ്, നീ വളർന്നു കഴിഞ്ഞാൽ നീ ഈ സ്റ്റോറി ഓഫ് ദ എർത്ത് ആൻഡ് ദ പീപ്പിൾ, ഓക്കെ, നീ എന്തൊക്കെ വായിക്കുമെന്ന ബുക്സ് വായിക്കും. എങ്ങനത്തെ ബുക്സ്? എർത്തിനെ കുറിച്ചും അവിടുത്തെ ആൾക്കാരൊക്കെ കുറിച്ചിട്ടുള്ള ബുക്സ് നീ വളർന്നാൽ നീ വായിക്കുമെന്ന് മകളോട് പറയാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാൻ യു മേ ഹാവ് റീഡ്. അപ്പോൾ എന്താ, ആ എർത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ തോന്നും. മറ്റ് നോവൽസും സ്റ്റോറിയൊക്കെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കുമ്പോൾ നിനക്ക് നന്നായി ഇൻട്രസ്റ്റ് തോന്നുമെന്ന് നെഹ്റു പറയാണ്. ഓക്കെ, ബട്ട് ഇൻ ഓൾഡ് ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ. അപ്പോൾ എന്താണ്, ബട്ട് ഇൻ ഓൾഡ് ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് മനുഷ്യരൊന്നും ഇല്ലാത്ത കാലത്ത് എന്താണ്, ബുക്സിൽ എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ. അപ്പോഴൊക്കെ എന്താ പറ്റിയെന്ന് നമ്മൾ പിന്നെ എങ്ങനെ അറിഞ്ഞു? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമുക്ക് ചിന്തിച്ച് കൂട്ടാൻ പറ്റില്ല അതൊന്നും അല്ലേ. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു ആൻഡ് വുഡ് ദസ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെയറി ടെയിൽസ്. അപ്പോൾ ഈ കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ട്. അപ്പോൾ എന്തുണ്ടായും നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചിന്തിച്ച് കൂട്ടാൻ പറ്റുമല്ലേ. ഫെയറി ടെയിൽസിൻ്റെ കഥ ഒക്കെ പോലെ നമുക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ബട്ട് ദിസ് നീഡ് നോട്ട് ടു ബി ട്രൂ ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. അപ്പോൾ ഇതൊന്നും വെച്ചാൽ അതൊന്നും സത്യമാവണമെന്നില്ല. ഇത് നമുക്കറിയാത്ത കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഈ ഫാക്ട്സും ഈ
ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ല അല്ലേ. നമ്മുടെ ഒരു ഇമാജിനേഷൻ പവർ അനുസരിച്ച് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. ഓക്കെ. Next, but all through we have no books written in those far off days. Fortunately, we have some things which tell us a great deal as well, almost as a book would. അപ്പോൾ എന്താണ് പറയുന്നത്? But all through we have no books written in those far off days. അപ്പോൾ അത്രയും പഴക്കമുള്ള ടൈമിലത്തെ ബുക്ക് എഴുതിയതൊന്നും നമ്മുടെ കയ്യിലില്ല. ഫോർച്ചുനേറ്റ്ലി വി ഹാവ് സം തിങ്സ് വിച്ച് ടെൽ അസ് എ ഗ്രേറ്റ് ഡീൽ ആസ് വെൽ ഓൾമോസ്റ്റ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ആ കാലത്ത് കുറച്ച് സാധനങ്ങളുണ്ടല്ലേ, നമുക്കൊരു ബുക്കിൻ്റെ പോലെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്ട് ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് മാൻ. അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. വി ഹാവ് റോക്സ്, കല്ലുകൾ, പർവ്വതങ്ങൾ, കടലുകൾ, നക്ഷത്രങ്ങൾ, പുഴകൾ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഫോസിൽസ് ഓഫ് മാൻ, ഫോസിൽസ് ഓഫ് ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജീവിച്ച ആൾക്കാരുടെ ഒരു ശേഷിപ്പുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കൊരു ബുക്ക് പോലെ പറഞ്ഞു തരികയാണ് പണ്ടത്തെ കാര്യങ്ങൾ ഏതാന്നൊക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദ എർത്ത്സ് ഏർലി സ്റ്റോറി. അപ്പോൾ എർത്തിൻ്റെ പണ്ടത്തെ കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ അതർ പീപ്പിൾസ് ബുക്ക് ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതൊന്നും നമുക്കിങ്ങനെ അടുത്ത ആൾ എഴുതിയിട്ട് വായിക്കാനൊന്നും പറ്റില്ല. നമ്മൾ തന്നെ നാച്ചുറലിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ കണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കണം ഇക്കാര്യങ്ങളൊക്കെ എന്ന് തൻ്റെ മകളോട് പറയാണ്. ഓക്കെ. യു വിൽ ഐ ഹോപ്പ് സൂൺ ബിഗിൻ ടു ലേൺ ഹൗ ടു റീഡ് ദ സ്റ്റോറി ഫ്രം ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈയിങ് ഓൺ ദ റോഡ് ഓർ ദ മൗണ്ടെയ്ൻസ് ദാറ്റ് മേ ബി എ ലിറ്റിൽ പേജ് ഇൻ. എന്താണ് പറയുന്നത്? യു വിൽ, നിനക്ക് പറ്റും. ഐ ഹോപ്പ് സൂൺ ബിഗിൻ ടു ലേൺ ഹൗ ടു റീഡ് ദ സ്റ്റോറി ഫ്രം ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ്. അപ്പോൾ നീ പെട്ടെന്ന് പഠിക്കും എന്താണ് ഈ റോക്സിൽ നിന്നും, ഈ കല്ലുകളിൽ നിന്നും, പർവ്വതത്തിൽ നിന്നൊക്കെ അവരുടെ സ്റ്റോറി മനസ്സിലാക്കാൻ നിനക്ക് പെട്ടെന്ന് സാധിക്കും. നിനക്കത് പറ്റുമെന്ന് മകളോട് പറയാണ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. അത് എത്ര തന്നെ മനോഹരമാണെന്ന് നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയാണ്. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈയിങ് ഓൺ ദ റോഡ് ഓർ ദ മൗണ്ടെയ്ൻസ് side may be a little page in nature's book and may be able to tell you something. അപ്പോൾ നീ കാണുന്ന ഓരോ കല്ലും ഓരോ പർവ്വതവും നേച്ചറിൻ്റെ പുസ്തകത്തിൽ പ്രകൃതിയിലെ ബുക്കിലെ ഓരോ ഏടുകളാണ്. ആ ഓരോ ഏടുകളിൽ നിന്നും നിനക്ക് ഓരോന്ന് പഠിക്കാനുണ്ട് എന്ന് മകളോട് പറയാണ്. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലാവുക? നിനക്കത് വായിക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാണ്. ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്, ഹിന്ദി ഓർ ഉറുദു ഓർ ഇംഗ്ലീഷ്, യു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. അപ്പോൾ ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്. അപ്പോൾ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിനക്ക് വായിക്കാൻ പറ്റും. ഹിന്ദി ആണെങ്കിലും ഉറുദു ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് വേണമെങ്കിലും നിനക്ക് വായിക്കാൻ പറ്റും. ടു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. അപ്പോൾ ആദ്യം നീ അതിൻ്റെ ആൽഫബറ്റ് പഠിക്കണം. ഓക്കെ. Next, so also you must learn the alphabet of nature before you can read her story in her books of stone and rocks. അപ്പോൾ നേച്ചറിൻ്റെ പുസ്തകത്തിലെ ആൽഫബറ്റ് നീ പഠിക്കണം. നീ പഠിച്ചാൽ മാത്രമാണ് ഈ കല്ലുകളും പർവ്വതങ്ങളും ഒക്കെ ഉള്ള ഓരോ പേജും നിനക്ക് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വായിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നീ നേച്ചറിൻ്റെ ആൽഫബറ്റും പ്രകൃതിയിലെ ആൽഫബറ്റും നീ പഠിക്കണമെന്ന് പറയാണ്. ഓക്കെ. ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു read this. അപ്പോൾ നിനക്ക് കുറച്ചറിയാം ഇതൊക്കെ എങ്ങനെ വായിക്കേണ്ടതെന്ന് നിനക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് അച്ഛൻ പറയാണ്. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്. അപ്പോൾ ഈ ചെറിയ റൗണ്ടായിട്ടുള്ള പെബിൾ പെബിൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഒരു തരം തിളങ്ങുന്ന കല്ലുകളാണ്, വൈരക്കല്ലുകൾ എന്നൊക്കെ.
ഈ വെള്ളാരം കല്ലുകളാണ് പെബിൾ. ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? അത് നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി വിത്തൗട്ട് എനി കോർണേഴ്സ് ഓർ റഫ് എഡ്ജസ്? അപ്പോൾ അതിനെങ്ങനെയാണ് ഇത്രയും സ്മൂത്തും ഷൈനിങ്ങുമായിട്ടുള്ള ഒരു സർഫസ്, ഒരു എഡ്ജോ മൂലയോ ഒന്നുമില്ലാത്ത ഇത്രയും മനോഹരമായ ഒരു ഷേപ്പ് അതിന് എങ്ങനെ കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്സ് ഇൻ ടു സ്മോൾ ബൈറ്റ്സ് ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്. അപ്പോൾ എന്താണ്, ഇപ്പം നീ ഒരു പർവ്വതം പൊടിച്ചിട്ട് അതിൽ നിന്ന് കല്ലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓരോ കല്ലുകളും എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? ഭയങ്കര റഫായിട്ട് ഈ എഡ്ജ് മൂലകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവയ്ക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്ന് അച്ഛൻ പറയാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. അത് എല്ലാതും ഒരു പെബിൾ, ഒരു വൈര്യക്കല്ല്, വെള്ളാരം കല്ലുകളുടെ പോലെ അതുണ്ടാവില്ലല്ലോ. അത് എന്താണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പിന്നെ എങ്ങനെയാണ് ഈ പെബിള് ഇത്രയും ഭംഗി, ഇത്രയും മനോഹരം, ഇത്ര തിളക്കമൊക്കെ ഈ പെബിളിന് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. അപ്പോൾ എന്താണ്, അത് നിനക്ക് അതിൻ്റെ സ്റ്റോറി പറഞ്ഞു തരും. നിനക്ക് നല്ല ഒരു കണ്ണ്, കാണാൻ കഴിയുന്ന നല്ലൊരു കണ്ണും കേൾക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെവിയും ഉണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ സ്റ്റോറിയൊക്കെ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. It tells you that once upon a time, it may be long ago, it was a bit of rock, just like the bit you may break from a big rock or stone with plenty of edges and corners. അപ്പോൾ എന്താണ്, അപ്പോൾ അത് കഥ പറയലോ പോലെ പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? tells you that once upon a time, ഒരിക്കലൊരു കാലത്ത്, it may be long ago, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, it was a bit of rock, അതൊരു പാറക്കല്ലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. നിങ്ങൾ ആ വലിയ റോക്കിൽ നിന്നും എടുത്തില്ല, അതേപോലത്തെ ഒരു കഷ്ണമായിരുന്നു അത്. ഇങ്ങനെ ഒരു റഫായിട്ടുള്ള സർഫസസും ഒക്കെ ഉള്ള പാറക്കല്ലിൽ നിന്ന്, കോർണേഴ്സൊക്കെ ഉള്ള ഒരു പാറക്കല്ലിൽ നിന്ന് നിങ്ങൾ പൊടിച്ചെടുത്ത പോലത്തെ ഒരു പീസ് തന്നെ ആയിരുന്നു. പ്രോബബിലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. അപ്പോൾ എന്താ, അത് കുറച്ച് കാലം മൗണ്ടെയിൻ്റെ സൈഡിൽ, ഈ മലകളുടെയും കുന്നുകളുടെയും ഒക്കെ ചെരുവിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടെയിൻ സ്ട്രീം. അപ്പോൾ എന്താണ്, ഈ മൗണ്ടെയിനിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നില്ലേ, പിന്നെ അത് അങ്ങോട്ട് എത്തി. എങ്ങനെയാണ് എത്തിയത്? ദേ കേം ഇൻ ദ റെയിൻ, മഴ പെയ്തപ്പോൾ അത് അവിടുന്ന് ഒലിച്ചിട്ട് ഈ മൗണ്ടെയിൻ സ്ട്രീമിലെത്തി. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച്ഡ് എ ലിറ്റിൽ റിവർ. എന്നിട്ട് പിന്നെ അത് എവിടേക്ക് എത്തി? അത് പുഷ് ചെയ്തിട്ട് ഒരു ചെറിയൊരു തടാകത്തേക്ക്, ചെറിയൊരു അരുവിക്ക്, ചെറിയൊരു പുഴയ്ക്കെത്തി. റിവർ പറഞ്ഞാൽ പുഴയ്ക്കെത്തി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ. എന്നിട്ട് അവിടുന്ന് പിന്നെ അത് വലിയൊരു പുഴയ്ക്ക് അതിനെ കൊണ്ടെത്തിച്ച്. ഈ ചെറിയ റിവറിൽ കൂടെ തന്നെ പോയിട്ട് അതെന്തായി, വലിയ റിവറിലേക്ക് എത്തി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ് എഡ്ജസ് ആൻഡ് വോൺ അവേ. അപ്പോൾ ഇങ്ങനെ അത് പോയോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പോയോണ്ടിരിക്കുമ്പോൾ എന്തായി, അതിൻ്റെ മൂലകളൊക്കെ മെല്ലെ 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 പോവലൊടുങ്ങി. ഓക്കെ, away. Thus the rough surface was made smooth and shiny. അപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അതെന്തായി, അതിൻ്റെ മൂലകളൊക്കെ പോയിട്ട് അത് സ്മൂത്തും ഷൈനിയും ആവാൻ തുടങ്ങി. ഓക്കെ, സോ ഇറ്റ് ബിക്കേം ദ പെബിൾ ദാറ്റ് യു സീ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പെബിളായിട്ട് അത് മാറിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പെബിളായതിൻ്റെ സ്റ്റോറി. കൂട്ടുകാർക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണ് പെബിളായതെന്ന്. somehow the river left it behind and you found it. If the river had carried it on, it would have become smaller and smaller. അപ്പോൾ ഇടയ്ക്ക് റിവർ അതിന് ചില വഴിക്ക് ഉപേക്ഷിച്ച് പോകും. അപ്പോഴാണ് നമ്മൾ കാണുന്ന കുറച്ച് വലിയ കല്ല് കിട്ടുന്നത്. ചിലപ്പോൾ റിവറോടുക്കനെ പോകുമ്പോൾ അത് പിന്നെയും സ്മോളർ ആവും. ഓക്കെ, it would have become smaller and smaller till at the last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. പിന്നെ അത് നമ്മുടെ കയ്യിൽ കിട്ടാണ്ട് ചെറിയ ആയിട്ട് സാൻഡ്, മണലിൻ്റെ തരി പോലെ ആവും അല്ലേ. അങ്ങനെ പോയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന മണൽ തരി പോലെ അതായി മാറും. ഓക്കെ, അപ്പോൾ അതാണ് പെബിളിൻ്റെ സ്റ്റോറി. ഇഫ് എ ലിറ്റിൽ പെബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആൻഡ് ദ മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് അസ്. അപ്പോൾ എന്താണ് പറയണത്, ഈ ഇത്രയും പോകുന്നൊരു പെബിളിൽ നമ്മളോട് ഇത്രയും അധികം സ്റ്റോറി പറയാനുണ്ടെങ്കിൽ ഈ വലിയ പാറകൾക്കും വലിയ പർവ്വതങ്ങൾക്കും ഒക്കെ നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടാവുമെന്ന് നമ്മുടെ
ആരാണ് ചോദിക്കുന്നത്? ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചോദിച്ചത് അതവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ലെസൺ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായി ബേസ് ചെയ്ത് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. Imagine the pebble is telling its own story. How would the story be? You may begin like this. അപ്പോൾ ഈ പെബിൾ അതിൻ്റെ സ്റ്റോറി പെബിളായിട്ട് തന്നെ നമ്മളോട് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും ആ സ്റ്റോറി? അപ്പോൾ അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തുടക്കം അവർ തുടങ്ങി തന്നിട്ടുണ്ട്. Once upon a time, long ago, I was a bit of rock with plenty of edges and corners. Probably I rested on a mountain side. On some mountain side. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ പെബിളിൻ്റെ സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Once upon a time, long ago, the stone was a bit of rock with plenty of edges and corners. Probably it rested on mountain side. Then came the rain and washed it down to the valley, where it found a mountain stream which pushed it on and on till it reached a little river, and the little river took it to a big river, and all the while it was rolling at the bottom of the river. Its edges were worn away and its rough surface made smooth and shiny. Thus it became a pebble. The river carried it again and again, and it became smaller and smaller till at last it becomes a grain of sand and joined its brothers at the seaside to make a beautiful beach. ഇതാണ് നമ്മുടെ പെബിളിൻ്റെ സ്റ്റോറി. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, പ്രിപ്പയർ ദ സ്പീച്ച് ടു മേക്ക് ആൻ അവയർനെസ് ടു പ്രൊട്ടക്ട് നേച്ചറിനെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് കൊടുക്കണ പോലെ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആ സ്പീച്ച് ഒന്ന് തയ്യാറാക്കി നോക്കാം. Good morning to all. Today I am going to give a short speech on saving the environment. We are all aware of how the environment is important to us. We cannot afford to harm the environment any longer. In today's modern world, our planet Earth is affected significantly. However, if we want to live in harmony with nature, we cannot put the entire pressure on the environment. Living beings for their survival depend completely on the natural and man-made environment. It is impossible to live without the resources that the atmosphere provides. In such a situation, it becomes critical to save Mother Nature from getting overexploited due to increasing population. We all know that factors like overpopulation, deforestation, etc. are responsible for environmental destruction. Small steps taken by us can go a long way. We must try to use as much public transport as possible to protect the air we breathe. It is important that we throw garbage in the night bin so that proper disposal of waste and waste management can be done. We need to make efforts in the right direction to conserve our natural resources and habitat. Some of the ways by which we can achieve this are to use renewable energy, avoid plastic waste, etc. സോ താങ്ക് യു. കൂട്ടുകാരെ, ഇത്രയും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ക്ലാസ് ഫുള്ള് ഡിസ്കസ് ചെയ്തു. ആ ചാപ്റ്റർ ഫുള്ള് നമ്മളിന്ന് എടുത്തിട്ടുണ്ട്. 2 ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, അതും കൂടി നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.